അറിയാം, നമ്മൾ മറ്റേ ഗോപ്രയിലെ വ്ളോഗ് കാണുന്ന ഫ്രണ്ട് കാണല്ലോ, ഇപ്പൊ കാണത്തില്ല. എന്തോ ഒരു സാധനം പാലക്കാട് കുഞ്ഞോടെടുക്കുന്ന തല എടുക്കണം. അല്ല, നമ്മള് 7 പേരുടെ പേരൊക്കെ എഴുതിയിട്ടുണ്ട്. ഇതെന്നാ പ്രൊസീജിയേഴ്സ് എങ്ങനെയാ? പ്രൊസീജിയേഴ്സ് ഇൻസ്ട്രക്ഷൻസ് കഴിഞ്ഞാൽ 200 രൂപ, 200 bucks. അതിന്റെ മണ്ട പോലെ താഴെ പോലെ പക്ഷേ സംഭവം വെറൈറ്റി ആയിരിക്കും. അതായത് നോർമൽ ഗിഫ്റ്റ് ആയിരിക്കും, ഒരു സംതിങ് ഫണ്ണി അങ്ങനെ ഓർത്തിരിക്കാൻ പറ്റുന്ന സാധനം. ഓക്കെ, ഉണ്ണിക്ക് എന്റെ സ്റ്റീലിന്റെ ചട്ടി വെച്ചിട്ടോ 200 രൂപ കിട്ടൂടാ. പുറത്തുനിന്ന് നിർത്താൻ പറ്റുള്ളൂ. ഇവരെ ആക്രമിക്കാൻ എപ്പോ വേണമല്ലോ ലോക്കിട്ട് കൂട്ട് നീ കൊണ്ടു നടക്കുമായിരിക്കും. ആവശ്യമാണപ്പോ നിനക്ക് തുറക്കാൻ. ബാക്കി 3 ദിനങ്ങൾ വീഡിയോ കോളിംഗ്. ഓക്കെ, സ്ക്രീൻ എടുക്കരുത്. പിന്നെ ക്യാമറയുടെ ബാക്ക്ഗ്രൗണ്ട് ക്രിസ്ത്യൻ ജോസഫ്, ക്യാമറമാൻ. റൂം അങ്ങനെ കാണിച്ചാൽ ശരിയാവില്ല, ഇങ്ങനെ കാണിക്കാം. അങ്ങനെ കാണിച്ചാൽ ശരിയാവില്ല, ഇങ്ങനെ അല്ല. ബാക്കി തുണി കിടപ്പുണ്ട്. ഇതാണ് ഞങ്ങൾ ഇവിടുത്തെ ഏറ്റവും പിള്ളേളിയുള്ള ആള്, കർത്താവ്. ഒരു ലോഡ് ഡൈകാസ്റ്റ് എന്തവസ്ഥയായി. അതൊക്കെ കുറച്ച് പുസ്തകം, ഒരു മെച്ചില്ലാത്ത കോമ്പിനേഷൻ. ഇതാണ് താജ്മഹൽ. താജ്മഹൽ തുണ്ടറയും കൂടെ എന്ത് രസമാണ്. കുഞ്ഞന്മാരെ വിളിക്കാം. ഇല്ല, ഒരുമിച്ച് വീഡിയോ കോൾ വിളിച്ചെടുത്താൽ പോരെ. അമ്മേനെ ഇവിടെ ഇരിക്കട്ടെ. കോൾ ഗ്രൂപ്പ് വീഡിയോ പോസ്റ്റായി. ഹലോ, കർത്താവിനെ പോലെ ഉണ്ട്. നമ്മുടെ ഫാമിലി. കുറേ കിട്ടോ. നിനക്ക് റൂൾ അറിയാവോ? ഇവിടെ മൊത്തം നന്നായിട്ട് വന്നായിരുന്നല്ലേ. 200 രൂപ എഞ്ചിനൊക്കെയോ മാക്സിമം 225, മിനിമം 190. ചുമ്മാ ലോക്കൽ സാധനം ഭയങ്കര എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് ഫണ്ണി ആയിട്ട് മെമ്മറബിൾ ആയിട്ട് എന്തെങ്കിലും സാധനം ഭയങ്കരം. ഓക്കെ, അടുത്ത തിരുവോണത്തിന് കൊടുക്കാൻ പറ്റുമോ നീ? ആ, 25 ജനോദ്ഘാടനം നമ്മുടെ ക്രിസ്ത്യൻ നിർവഹിക്കുകയാണ്. ജിതിന് വേണ്ടി ക്രിസ്ത്യൻ എടുക്കും. നമ്മൾ ഇപ്പൊ എടുക്കാൻ ജിതിന് വേണ്ടി എടുക്കാം. എനിക്ക് വിടുന്നില്ല. നീ എന്നെ കാണിക്കുന്നത് പൂജയാണോ? പൂജ അവനെ കാണില്ല. നീ കാണാമോ? തിരിച്ചു കാണിക്കാം. എപ്പൊ ഓക്കെ, അടുത്തത് ഉണ്ണി എടുത്തോ. ജിതിന് പറ്റോ കേട്ടോ. എടാ ജിതിന്റെ മറ്റോ ഞാനായിരിക്കും. ഞാൻ അല്ല ഉണ്ണി, ഞാനല്ലടാ. ഞാനല്ലേ ജോനാ. അവൻ സ്റ്റക്കാ. ഞാനാ. അടുത്ത ഞാൻ
എടാ ജോമോന്റെ മ്യൂട്ട് ചെയ്യണം. എന്നടാ എനിക്ക് ക്യാമറമാനെ തന്നെ കിട്ടിയിരിക്കുന്നു. മറ്റോക്ക് ഞാൻ ഇനി എനിക്ക് എന്നെ തന്നെ കിട്ടൂ. എടാ എനിക്ക് എന്നെ തന്നെ എനിക്ക് എന്നെ തന്നെ എടാ പോടാ. ആ എനിക്ക് ഉണ്ണി ഉണ്ണിയാണോ? നീ കാണാൻ വേണ്ടിട്ട് എടാ ഇനി ക്രിസ്ത്യൻ ഞാനുള്ളൂ. ഇനി ക്രിസ്ത്യൻ ഇതാരായിരിക്കും? തുറന്ന ജിതിനാ? ജിതിൻ ഇനി കണ്ടല്ലേ ഞാൻ കണ്ണന്റെ കിട്ടിയിട്ടുണ്ട്. മണി വരുന്നപ്പോഴാ നിനക്ക് എന്നെ ആർക്കാ കിട്ടിയത്? മറ്റോക്കല്ലേ? അപ്പം ഞങ്ങളുടെ കുറിയിടൽ കഴിഞ്ഞു. ഇനി അടുത്തത് ക്രിസ്മസിൽ നിന്ന് ഞങ്ങൾ സമ്മാനം വെറൈറ്റി സമ്മാനങ്ങൾ എല്ലാവരും പ്രതീക്ഷിക്കുന്നു. പാപ്പ കാണാം. ഓക്കെ ബൈ. എന്നാലും നീ എത്ര ധൈര്യത്തിൽ മേടിച്ച് എന്റെ വിശ്വാസത്തിലുള്ള ചായ കിട്ടല്ലോ. അത് കിട്ടത്തില്ല. അത് ഫ്രീ സാധനമാണ്. ഗവൺമെന്റ് ഫ്രീ ആയിട്ട് കൊടുത്തതാണ്. അതാ അതുകൊണ്ട് അവർ ഇത് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവരൊരു കൊട്ട വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഇല്ല കോട്ട എനിക്ക് എന്താ കളിക്കാനാണ്? എനിക്ക് വീർപ്പിച്ച് കളിക്കാനാണ്. പൊത്തിലോട്ട് ഓരോന്ന് കയറ്റി ആക്സിഡന്റ് കിട്ടി. എത്ര കാലം വേണേ യൂസ് ചെയ്യാൻ പറ്റും. ഞാൻ കാര്യം ഇങ്ങനെ ഞങ്ങളെ ക്രിസ്മസിന്റെ ഗിഫ്റ്റ് ക്രിസ്മസ് ഫ്രണ്ടിന്റെ ഗിഫ്റ്റ് ടൈമാണ്. അപ്പം എങ്ങനെയാ തുടങ്ങാം? പ്രായത്തിൽ മൂത്ത ആള് കൊടുക്കട്ടെ. അതെ. ഞാൻ തന്നെ ആദ്യം കൊടുക്കാം. എടാ ഇത് ഫസ്റ്റ് നമ്മൾ കൊടുക്കണം. ഇതിനാ കൊടുക്കുന്നത്. അവസാനം പൊട്ടിക്കാല്ലേ? എല്ലാവർക്കും കൊടുത്തേച്ച് പൊട്ടിക്കാം. ഇതിന് എന്താണെന്ന് വെച്ചാൽ ലോങ് ടൈം ആണ്. ലൈഫ് ലോങ് ഉപയോഗിക്കാൻ പറ്റുന്ന സാധനമാണ്. പിന്നെ വെച്ചാൽ മര്യാദയ്ക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ എത്ര കാലമാണ് യൂസ് ചെയ്യാം. പക്ഷെ ഇന്ന് ഉപയോഗിക്കുകയാണെങ്കിൽ ഇന്ന് വേണം തീർക്കാൻ പറ്റും. അങ്ങനെ ഒരു ഗിഫ്റ്റാണ് ഞാൻ കൊടുക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ഇവര് എന്ത് വേണം ചിന്തിക്കാം. പക്ഷെ അത്ര വലിയ സംഭവമല്ല. വളരെ ചീപ്പായിട്ടുള്ള ഒരു സാധനമാണ്. ഇത് നമുക്ക് കൊടുക്കാം. പൊട്ടിക്കാം പൊട്ടിച്ചോ എന്നിട്ട് ലാസ്റ്റോ ലാസ്റ്റ് പൊട്ടിക്കാം. അല്ല അത് പൊട്ടിച്ച് അന്നേരം പൊട്ടിക്കുന്നതായിരിക്കും നല്ല രസം. Copyright അടിക്കും. ഞാൻ പറഞ്ഞത് അതുപോലെ തന്നെ. മോനെ നമ്മളൊക്കെ മേടിച്ചപ്പം എല്ലായിരുന്നു ഇതിലേ ഉള്ളു നിനക്ക്. ഇതിന്റെ അടിയൊരു സാധനം ലോങ് ടൈം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സാധനം. സ്കെച്ച് ബുക്ക് ഇമോഷണൽ ആക്കി കളഞ്ഞല്ലോ. ഇത് 200 രൂപ എന്ന് പറഞ്ഞിട്ട് ഇത് 200 ഒന്നും അല്ല കേട്ടോ. നമ്മള് 200 പിടിച്ചത്. അവഞ്ചേഴ്സിന്റെ മറ്റേ പൊട്ടിക്കടാ പൊട്ടി. ഇത് എന്റെ ഗിഫ്റ്റ്. ഞാൻ പൊട്ടി. നാട്ടിൽ വെക്കാനുണ്ട്. അതിനകത്ത് നീ ഉദ്ദേശിച്ച എയും ബി സെഡ് വരെ ഇല്ല. എനിക്ക് അറിയത്തില്ല അതിന്റെ കണക്ക് എന്താന്ന്. ആ ചേട്ടൻ 200 നമ്മളെ ആളെ പറ്റിച്ചല്ലോ. എല്ലാം ഉണ്ട്. ഇതാ വീട് ഞാൻ നോക്കിയിട്ട് ജിതിന് ഇതുപോലത്തെ ഒരു സാധനം കൊടുക്കുന്ന എപ്പോഴും നല്ലതെന്ന് എനിക്ക് തോന്നി. ഇത് ശോക സംഭവം കേട്ടോ. ശോക കളഞ്ഞേട്ടാ. അതിന് നമ്മൾ ഇഷ്ടപ്പെട്ടില്ല. നമ്മളന്ന് ഇഷ്ടപ്പെട്ടു. 200 പറഞ്ഞ 200 വേണം. നോക്കണ്ട. ശരി എനിക്ക് ഇമോഷണൽ ആയിപ്പോയത്. ഇങ്ങനെയായിരുന്നല്ലേ? പക്ഷെ എനിക്ക് ഇതിനേക്കാൾ ഇഷ്ടപ്പെട്ട അതാണ് കേട്ടോ. ഈ ഒരു അടി കാലയിലായിരിക്കും. കാലൊക്കെ ഇട്ട് വയ്ക്കുന്നതായിരിക്കും. കാലയിലാണോ? എന്തിനാ കാണിക്കേണ്ടത്? അതതിന്റെ കയ്യിലെല്ലാം കൊടുക്ക്. ആ വെടി വെടി വെക്കാൻ പറ്റൂടാ. വെടി നോക്കടാ. വരയ്ക്കാൻ പറ്റൂല. ഇനി മുതൽ റിസൾട്ട് വരെ ഉണ്ടോ നമുക്ക്? ആം ലോഞ്ചർ ആമാണ്. അറിയത്തില്ല എത്ര ബി ഉണ്ടെന്ന്. പോയിട്ട് ഇതാ
അത് അയൺ ഫോം This is the ഇതിന് നല്ല ബുക്ക് ഓൺലൈനിൽ കിട്ടി. എനിക്ക് ബുക്കിന് ഡിസൈൻസ് കവർ മാത്രമേ ഉള്ളൂ. അത് അണ്ണാച്ചി തുറക്കേണ്ടതാണ്. പക്ഷെ അത് പൊട്ടിക്കണ നിനക്ക് എന്റെ ആവശ്യം വരും. മാറ്റി വെക്കാം. ഇതിന് മൂക്കിനിട്ടായിരിക്കും ഇടി വരുന്നത്. നാരങ്ങ ഒഴിയുന്ന സാധനം ഇത് കൊള്ളാം. പല കഷ്ണോ നിനക്ക് ഇത് വളരെ വെറൈറ്റി ആയിട്ടുണ്ട് കേട്ടോ. ഇത് വേറെ സെറ്റപ്പാ. ഇത് തുറക്ക്. അങ്ങനെയല്ല തുറക്കുന്നത്. ഓ ഇതിങ്ങനെ സെറ്റ് ചെയ്യണം അല്ലേ? ഓ എന്റെ അമ്മ ഇത് കൊള്ളാം. സംഭവം ബസ്സിലാണ് ചുമ്മാ ഞെട്ടിച്ചെന്നെ. ഇത് മറന്നു പോകും. ഇത് മറന്നു പോകും. മനസ്സിലായി നിനക്ക്? ഇതൊരു ആനയാ. സംഭവ സാധനം മനുഷ്യനെ ഡിസപ്പോയിന്റഡ് ആക്കാൻ പറ്റുന്ന സാധനമാണ് മറ്റേ കൊണ്ടുവന്നത്. എനിക്ക് തന്നെ അറിയത്തില്ല എങ്ങനെ ചന്ദനം കൊള്ളാം. ഇത് കൊള്ളാം. രസമുണ്ട്. അടിപൊളിയാണ്. ഈ കാലപാടം എന്നെ വിട്ടു പോവല്ല. അടുത്ത ഉണ്ണിക്കാണ്. പിന്നെ ഞാൻ പൂക്കിയാലോ ഉണ്ണിയുടെ റേഞ്ച് വെച്ചുള്ളൊരു സാധനമാണ്. ഇവിടെ വാ. ഫ്രെയിമിൽ കൊട്ടേക്കട്ടെ. ഉണ്ണിയുടെ റേഞ്ച് വെച്ചുള്ളൊരു സാധനമാണ് അലക്സ് കൊടുത്തത്. ഗൈസ് ഉണ്ണി എന്താണ് പൊട്ടിച്ച് ചെയ്യാന്ന് വെച്ചെന്നറിയാം. പൊട്ടിച്ച് പൊട്ടിച്ച് പേടിക്കില്ലേ? ഉണ്ണി നന്നായിട്ട് കാണിക്കണം. ഉണ്ണിയുടെ ഉണ്ണി കരഞ്ഞു ഗൈസ്. ഉണ്ണി ഇമോഷണലായി ഗൈസ്. ഉണ്ണി ഇമോഷണലായി ഗൈസ്. ഉണ്ണി കരഞ്ഞു 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 കരഞ്ഞു. എടാ എല്ലാവരും സൈലന്റ് ആയിട്ടിരിക്കണേ. സൈലന്റ് ആയിട്ടിരിക്കണേ. പൂച്ചയ്ക്ക് പ്രത്യേകത ഉണ്ട് ഗൈസ്. ഉണ്ണിക്ക് അങ്ങനെ കുഞ്ഞുണ്ടായിരിക്കുകയാണ്. ഉണ്ണിച്ചെടി കുഞ്ഞുണ്ടായേ. ഇത് കൊള്ളാം കേട്ടോ. അവരാ തലകട എടാ ഇതാ കാറിനകത്ത് വെക്കാടാ. കാറെ വെക്കാം ഫ്രണ്ടില്. ഉണ്ണിക്ക് പൂച്ചനെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഉണ്ണിന്റെ പൂക്കിയ പൂക്കി പൂക്കി ഉണ്ണിക്ക് പൂക്കി പൂച്ചൊക്കെ ഭാവിയിലുള്ള യാത്രയിൽ പോകാറുള്ളൂ. ഭാവിയിലുള്ള യാത്രയിൽ ഭാവിയിലുള്ള യാത്രയിൽ പോകാറുള്ളൂ. റെയിൻകോട്ടാണോ? വേണം കുഴപ്പമില്ല. സൗണ്ട് ഉണ്ട് കുഴപ്പമില്ല. ഉണ്ണിയെ പൂച്ചേനെ മാനസികമായിട്ട് ഉപദ്രവിക്കാൻ തുടങ്ങി ഗൈസ്. ഉണ്ണി വീണ്ടും വീണ്ടും അതിന് ഒരു ജീവനുള്ള പൂച്ചേനെ കിട്ടിയിട്ട് പോലും കൊച്ചുണ്ടായ പോലെയാണല്ലോ. ഉണ്ണി പാടം വിട്ട് കളിക്കുന്നത്. ഇല്ല. ജോമോൻ ഇമോഷണലി ഡൗൺ ആയി ഗൈസ്. ഇത് കറങ്ങുന്നു. റോക്കറ്റുകൾ
കടാപ്പി നിങ്ങൾ സ്നേഹിച്ചു പോകാം, നിങ്ങൾ സ്നേഹിച്ചു പോകാം, നിങ്ങൾ സ്നേഹിച്ചു പോകാം. കണ്ണാപ്പിക്ക് കഷ്ടപ്പെട്ട് എത്ര ഷോപ്പ് കയറിയത് കെട്ടിപ്പിടിച്ചൊരു ഉമ്മയൊക്കെ കൊടുത്തിട്ട്. രണ്ട് ഷോപ്പ് ഇത് ലാസ്റ്റ് ഇങ്ങോട്ട് തരുവാണെങ്കിൽ തരട്ടെ കേട്ടാ നല്ലതാണെങ്കിൽ അത് ഉമ്മ തരും. കെട്ടിപ്പിടിച്ച് ഉമ്മ എന്തെങ്കിലും വേറെ എന്തെങ്കിലും ആക്കാൻ ചാൻസ് ഉണ്ട്. കെട്ടി പിടിക്കും. ഒരു പിങ്ക് കളറൊക്കെയാണല്ലോ കാണുന്നത്. ഉപകാരം ഇനി അങ്ങോട്ട് പറഞ്ഞോളാന് ഞാൻ എന്താ കപ്പിളായിരുന്നു. ലൈറ്റ് കത്തൂടാ. ഉമ്മയാണോടാ നീ? ഞാൻ പറഞ്ഞത് അങ്ങനെ തന്നെ മേടിച്ചോ. സാധനം കൂടെ അങ്ങനെയല്ല കറക്റ്റ് ആയിട്ട് കൊടുക്കണം. എടാ ഒന്ന് കാണിച്ചാ. അവരെനിക്ക് അറിഞ്ഞോണ്ട് ഫോക്കസ് ചെയ്തിട്ടാ. എനിക്കിത് കാണുമ്പോ ഒരു സന്തോഷം വരുന്ന അവസ്ഥ. കിളമ്പി ഇഷ്ടപ്പെട്ടാ? ഇനി എന്നാണോ ഇല്ലടാ, നമുക്ക് എല്ലാം കൂടെ കൂട്ടി വെച്ചൊരു ഫോട്ടോ എടുക്കാം കേട്ടോ. നല്ല കളർഫുൾ ആയിരിക്കും. എടാ കണ്ണൻ ആർക്കാ കൊടുക്കുന്നേ? ഇത് ലാസ്റ്റ് എനിക്ക് അങ്ങനെ അവസാനമായിട്ട് അവസാനത്തെ അലക്സാണ്ടർ അന്തിമമായ തികയത്തില്ല ഒരു കളക്ഷനിലേക്ക് ഒന്നുകൂടെ ആഡ് ചെയ്ത് ഇറ്റ്സ് അൺലിമിറ്റഡ്. വണ്ടിയാണെന്ന് എനിക്കറിയാം. കവറിൽ നിന്ന് കവർ ഇത് മറ്റേ ക്ലാസിക് വണ്ടിയാണ്. കൈ സ്പർശനത്തിൽ നിന്ന് കണ്ടെത്തുന്നോടെ. ഇത് മറ്റേ ഇതല്ലേ റോൾസ് റോയ്സിന്റെ പഴയതല്ലേ? ഒന്ന് കാണിച്ചടാ, ജസ്റ്റ് കാണിച്ചടാ. കാണിച്ചേ ഒരു സൂത്രം കാണിച്ചു. ഇത് ഞാൻ കഴിഞ്ഞ ദിവസം മാറ്റിയതാണ്. വലിയൊരു കളക്ഷനിലേക്ക് പുതിയൊരു വണ്ടി. എന്നാ കണ്ണ് ഓക്കെ അല്ലേ അണ്ണാ? ഓക്കെ അല്ലേ അണ്ണാ? ജോമാൻ അവനെ ഊക്കുന്നതും ഉണ്ണി ഫോട്ടോ എടുക്കുന്നതും ജിതിൻ വീഡിയോ എടുക്കുന്നതും മറ്റോ പെൺകുട്ടിയുടെ കാര്യം ഓർത്തുകൊണ്ടിരിക്കുന്നതും. ഉണ്ണി ഇനി ദൂരയാത്രകളിൽ ഉണ്ണിയുടെ സുഹൃത്തും വഴികാട്ടി ഈ പൂച്ചയായിരിക്കും. അതെ, ഉണ്ണിയുടെ പൂച്ചയുടെ പേര് മിക്കി എന്നാണ് ഗൈസ്. മിക്കി. എടാ അതും വൈബ്രേറ്റ് ആവുന്നുണ്ടല്ലേടാ? സച്ച് എ ക്യൂട്ട് പൂച്ച എന്നാണ് അലക്സാണ്ടർ അവകാശപ്പെടുന്നത്. ഉണ്ണി തുറക്കാൻ വന്നാലും വണ്ടി ഓടിക്കുമ്പോൾ ഇതിനെ കണ്ട്